കടുവ ഇപ്പോൾ കാട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ കടുവയെ ഇനി പിടികൂടുക എന്നത് ഇത് നാട്ടിൽ ഇനി ഇറങ്ങുമ്പോൾ ഈ ഘട്ടത്തിൽ നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മിന്നുമണി വയനാട്ടിൽ നിന്നുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു. അവർ പറയുന്നത്, എന്റെ അമ്മാവന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ടത്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ഉണ്ടായ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചത് എന്റെ അമ്മാവന്റെ ഭാര്യയാണ്. ആക്രമണകാരിയായ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടി പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു മിന്നുമണി. വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്നാണ് അവർ ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പം മുമ്പ് കേൾക്കാനിടയായത് ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പോസ്റ്റ് തുടങ്ങുന്നത്. എന്തായാലും മിന്നുമണിയുടെ അമ്മാവന്റെ ഭാര്യ, മാതൃ സഹോദരന്റെ ഭാര്യയാണ് ഈ കണ്ട രാധ എന്ന വിവരം ഇപ്പോൾ മിന്നുമണി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ രാധയുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകാമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ അവരുടെ ഭർത്താവ് താൽക്കാലിക വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ മറ്റൊരാൾക്ക് താൽക്കാലിക ജോലി നൽകുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജോലി സ്ഥിരപ്പെടുത്തുകയോ സ്ഥിരം ജോലിക്കാരനാക്കുകയോ ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്ന വലിയൊരു കാര്യം 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്നായിരുന്നു. ആ കാര്യം സർക്കാരിനെ അറിയിക്കാം. നിലവിൽ 11 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായിട്ടുണ്ട്. സർക്കാരിന്റെ മുമ്പിൽ ഇതൊരു ശുപാർശയായി വെക്കാമെന്നുകൂടി മന്ത്രി OR കേളു അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ളത്, ഈ കടുവയെ വെടിവെച്ചു കൊല്ലണം എന്ന ജനങ്ങളുടെ അതിശക്തമായ ആവശ്യമായിരുന്നു. അതല്ലാതെ അങ്ങനെ തീരുമാനമാകാതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതും തത്വത്തിൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. SOP പ്രകാരം എന്നൊരു ക്ലോസ് കൂടി വെച്ചുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. SOP എന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. അതനുസരിച്ച് ആണ് ഈ മയക്കുവെടി വെക്കുക, കൂട് വെക്കുക, മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷവും കടുവ ഭീഷണി തുടരുകയാണ്. നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കടുവ പിടികൂടാൻ കഴിയാത്ത വിധം അപകടകാരിയായി അക്രമകാരിയായി നാട്ടിൽ തന്നെ തുടരുകയാണ് എന്നൊക്കെ വരികയാണെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ അവസാന ഘട്ടത്തിൽ വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലുകയും ചെയ്യാം എന്നതാണ് SOP എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയും സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അത് പക്ഷേ അവസാന ഘട്ട നടപടി മാത്രമായിരിക്കും. എന്തായാലും ജനങ്ങളെ ശാന്തരാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നു.